ഭാരതീയ തത്വചിന്തയിലെ ഒരു സുപ്രധാന ഗ്രന്ഥമാണ് ഭഗവത്ഗീത. വിവിധ ആത്മീയ ചിട്ടകളെ സമന്വയിപ്പിക്കുന്നതിൽ ഇത് പ്രശസ്തമാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ വച്ച് ഭഗവാൻ ശ്രീകൃഷ്ണനും അർജുനനും തമ്മിലുള്ള സംഭാഷണമായാണ് ഗീത അവതരിപ്പിക്കപ്പെടുന്നത്. ഇത് മനുഷ്യന്റെ നിലനിൽപ്പിന്റെ ആന്തരിക സംഘർഷങ്ങളെ പ്രതീകാത്മകമായി ചിത്രീകരിക്കുന്നു. ധാർമ്മികമായ പെരുമാറ്റം, ആത്മീയമായ മോചനം, ധർമ്മത്തെ മോക്ഷവുമായി സമന്വയിപ്പിക്കൽ എന്നിവയ്ക്കുള്ള ഒരു വഴികാട്ടിയായി ഗീതയുടെ പ്രസക്തി ഇന്നും നിലനിൽക്കുന്നു. കർമ്മയോഗം എന്നത് നിസ്വാർത്ഥമായ കർമ്മത്തിൻ്റെ പാതയാണ്. ലൗകിക ജീവിതത്തിൽ വ്യാപൃതരായ വ്യക്തികൾക്ക് ഇത് പ്രായോഗികമായി എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ഗീത വിശദീകരിക്കുന്നു. ഫലങ്ങളിൽ ആസക്തിയില്ലാതെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിലൂടെ മനസ്സിനെ ശുദ്ധീകരിക്കാനും ആത്മീയ പുരോഗതി നേടാനും കർമ്മയോഗം ഒരു ചട്ടക്കൂട് നൽകുന്നു. മറ്റ് ആത്മീയ പാതകൾക്ക് ഒരു ബദലായി മാത്രമല്ല, മിക്ക സാധകർക്കും ഒരു അടിസ്ഥാനപരമായ അച്ചടക്കമായിട്ടാണ് കർമ്മയോഗം അവതരിപ്പിക്കപ്പെടുന്നത്. ഭൗതികമായ ഇടപെടലുകളും ആത്മീയ അഭിലാഷങ്ങളും തമ്മിലുള്ള വിടവ് നികത്താൻ ഇത് സഹായിക്കുന്നു. കർമ്മയോഗം എന്ന് പേരിട്ടിരിക്കുന്ന 3-ാം അധ്യായം അർജുനന്റെ ആശയക്കുഴപ്പത്തെയും യുദ്ധക്കളം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തെയും അഭിസംബോധന ചെയ്യുന്നു. ഈ ധർമ്മസങ്കടത്തിന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ അധ്യായത്തിൽ നേരിട്ട് മറുപടി നൽകുന്നു. യഥാർത്ഥ സന്യാസം എന്നത് ഭൗതികമായ നിഷ്ക്രിയത്വമല്ല, മറിച്ച് കർമ്മത്തോടുള്ള ആന്തരിക മനോഭാവമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇത് ശ്ലോകം 4 മനസ്സിലാക്കുന്നതിനുള്ള തത്വചിന്താപരമായ ഒരു അടിസ്ഥാനം ഒരുക്കുകയാണ് ചെയ്യുന്നത്. കർമ്മയോഗത്തിലെ 3-ാം ശ്ലോകത്തിൽ ഭഗവാൻ ലോകത്തിൽ 2 തരം നിഷ്ഠകളുണ്ടെന്ന് വ്യക്തമാക്കിയ ശേഷം 4-ാം ശ്ലോകത്തിൽ ഒരു സാധകൻ സ്വാഭാവികമായും വരുത്താവുന്ന തെറ്റിദ്ധാരണയെ തിരുത്തുന്നു. കർമ്മം ബന്ധനത്തിന് കാരണമാകുന്നുവെങ്കിൽ കർമ്മങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുന്നതല്ലേ മോക്ഷത്തിനുള്ള എളുപ്പവഴി? അല്ലെങ്കിൽ ലൗകിക കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് സന്യാസിക്കുന്നതല്ലേ ശ്രേഷ്ഠം? ഈ സംശയങ്ങളെ ദൂരീകരിക്കുന്നതിനാണ് ഭഗവാൻ ഈ ശ്ലോകം അവതരിപ്പിക്കുന്നത്. കേവലമായ കർമ്മത്യാഗമോ കർമ്മരാഹിത്യമോ അല്ല, മറിച്ച് ശരിയായ രീതിയിലുള്ള കർമാനുഷ്ഠാനമാണ് സിദ്ധിയിലേക്കുള്ള മാർഗമെന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു. ശ്രീമദ് ഭഗവത്ഗീത കർമ്മയോഗം ശ്ലോകം 4. ന കർമ്മണ അനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോസ്നുതേ ന ച സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. ഈ ശ്ലോകത്തിലെ സന്ധി ചേർന്ന പദങ്ങളെ വേർതിരിക്കുന്നത് അർത്ഥം കൂടുതൽ വ്യക്തമാക്കാൻ സഹായിക്കും. ന കർമ്മണാം അനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷഃ അശ്നുതേ ന ച സന്യസനാത് ഏവ സിദ്ധിം സമധിഗച്ഛതി. പദങ്ങളുടെ അർത്ഥം ഇപ്രകാരം പറയാം. ന നിഷേധാർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്.
അല്ല, ഇല്ല എന്നൊക്കെ അർത്ഥം. കർമ്മണാം, കർമ്മങ്ങളുടെ, പ്രവൃത്തിയുടെ, ന കർമ്മണാം, കർമ്മങ്ങളുടെ പ്രവൃത്തി അല്ലെങ്കിൽ പ്രവൃത്തിയല്ല, അനാരംഭാത്, ആരംഭിക്കാത്തത് കൊണ്ട്, ശാസ്ത്രവിഹിതമായ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നത് കൊണ്ട്, നൈഷ്കർമ്മ്യം, നൈഷ്കർമ്മ്യത്തെ, കർമ്മബന്ധമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ കർമ്മഫല ത്യാഗത്തിലൂടെ ലഭിക്കുന്ന ജ്ഞാനനിഷ്ഠ, ഇത് ശാരീരികമായ ബോധം മറിച്ച് മാനസികമായ അകർത്തൃത്വ ബോധമാണ്. പുരുഷഃ, പുരുഷൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, ഏതൊരു സാധകനും അല്ലെങ്കിൽ വ്യക്തിയും അശ്നുതേ, പ്രാപിക്കുന്നു, നേടുന്നു. ഒരുവൻ നേടുന്നു അല്ലെങ്കിൽ അനുഭവിക്കുന്നു. ന ച, അതുപോലുമല്ല, കൂടാതെ എന്നൊക്കെ അർത്ഥത്തിൽ. അതായത് മുൻപ് പറഞ്ഞ നിഷേധത്തെ ഉറപ്പിച്ചുകൊണ്ട് പുതിയൊരു നിഷേധം കൂടി ചേർക്കുന്നു. സന്യസനാത്, സന്യസിക്കുന്നത് കൊണ്ട്, അതായത് കർമ്മങ്ങളെ കേവലം ഉപേക്ഷിക്കുന്നത് കൊണ്ട്, ഏവ, ഇത് മാത്രം, മാത്രം എന്ന് അർത്ഥം നൽകി പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതായത് കേവലം സന്യസിച്ചതുകൊണ്ട് മാത്രം സിദ്ധിം, സിദ്ധിയെ അല്ലെങ്കിൽ പൂർണ്ണതയെ, ആത്മജ്ഞാനത്തെ, മോക്ഷത്തെ, സമധിഗച്ഛതി, നേടുന്നു അല്ലെങ്കിൽ പ്രാപിക്കുന്നു, പൂർണ്ണമായി പ്രാപിക്കുന്നു എന്ന് അർത്ഥം. ഇതിൻ്റെ അന്വയാർത്ഥവും പൂർണ്ണമായി ഉള്ള അർത്ഥവും ഇപ്രകാരമാണ്. പുരുഷഃ, ഒരു മനുഷ്യൻ, കർമാണാം, കർമ്മങ്ങളെ, അനാരംഭാത്, ആരംഭിക്കാത്തത് കൊണ്ട്, നൈഷ്കർമ്മ്യം, നൈഷ്കർമ്മ്യത്തെ, ന അശ്നുതേ, പ്രാപിക്കുന്നില്ല, ച, അതുപോലെ, സന്യസനാത് ഏവ, സന്യസിക്കുന്നത് കൊണ്ട് മാത്രം, സിദ്ധിം, സിദ്ധിയെ, ന സമധിഗച്ഛതി, പ്രാപിക്കുന്നുമില്ല. കർമ്മങ്ങൾ ആരംഭിക്കാത്തത് കൊണ്ട് മാത്രം ഒരുവൻ നൈഷ്കർമ്മ്യം പ്രാപിക്കുന്നില്ല, അല്ലെങ്കിൽ കർമ്മരഹിതമായ അവസ്ഥ അല്ലെങ്കിൽ ജ്ഞാനനിഷ്ഠ പ്രാപിക്കുന്നില്ല. അതുപോലെ കർമ്മങ്ങളെ കേവലം ഉപേക്ഷിക്കുന്നത് കൊണ്ട് മാത്രം സിദ്ധിയും നേടുന്നില്ല, അല്ലെങ്കിൽ പൂർണ്ണമായ മോക്ഷവും നേടുന്നില്ല. ഈ ശ്ലോകം കർമ്മയോഗത്തിൻ്റെ കാതൽ വ്യക്തമാക്കുന്ന ഒന്നാണ്. ആത്മീയ പാതയെക്കുറിച്ചുള്ള രണ്ട് പ്രധാന തെറ്റിദ്ധാരണകളെ ഭഗവാൻ ഇതിലൂടെ ഖണ്ഡിച്ചു കാണിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തത്, കർമ്മം ചെയ്യാതിരുന്നാൽ മതിയെന്ന ധാരണ. കർമ്മങ്ങൾ ബന്ധനത്തിന് കാരണമാകുന്നത് കൊണ്ട് ഒന്നും ചെയ്യാതിരുന്നാൽ കർമ്മബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഭഗവാൻ പറയുന്നു, ഇത് ശരിയല്ല. ശാരീരികമായി വെറുതെ ഇരുന്നാലും മനസ്സ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ആഗ്രഹങ്ങളും വാസനകളും നിലനിൽക്കും. പ്രകൃതിയുടെ ഗുണങ്ങൾ നമ്മെക്കൊണ്ട് കർമ്മം ചെയ്യിച്ചുകൊണ്ടേയിരിക്കും. അതിനാൽ കർമ്മം ചെയ്യാതിരിക്കുക എന്നത് അസാധ്യമാണ്. മാത്രമല്ല, ശാസ്ത്രം നിർദ്ദേശിക്കുന്ന യജ്ഞം, ദാനം തുടങ്ങിയ കർത്തവ്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് ആത്മീയ പുരോഗതിക്ക് തടസ്സമാവുകയും ചെയ്യും. നൈഷ്കർമ്മ്യം എന്നത് കർമ്മമില്ലായ്മയല്ല, മറിച്ച് കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ ഫലത്തിലോ കർത്തൃത്വത്തിലോ ബന്ധിക്കപ്പെടാതിരിക്കുന്ന മാനസികാവസ്ഥയാണ്. ഇത് നിഷ്കാമ കർമ്മത്തിലൂടെയേ നേടാനാവൂ. രണ്ടാമതായി പറയുന്നത്,
സന്യാസം എന്നാൽ എല്ലാം ഉപേക്ഷിക്കലാണെന്ന ധാരണ. രണ്ടാമത്തെ തെറ്റിദ്ധാരണയാണത്. സന്യസിക്കുക എന്നാൽ എല്ലാ കർമ്മങ്ങളും ഉപേക്ഷിച്ച് കാട്ടിൽ പോകുക ആണ് എന്നതാണ്. എന്നാൽ കേവലം ബാഹ്യമായ ത്യാഗം കൊണ്ട് മാത്രം ഒരാൾക്ക് സിദ്ധി അഥവാ ജ്ഞാനം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ആത്മജ്ഞാനം ലഭിക്കുന്നില്ല. ഉദാഹരണത്തിന് ജോലി ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ കുടുംബം വിട്ടു പോകുക എന്നൊക്കെ ഉള്ളത്. ഉള്ളിൽ ആഗ്രഹങ്ങളും വാസനകളും നിലനിൽക്കുകയും ബാഹ്യമായി മാത്രം ത്യാഗം അഭിനയിക്കുകയും ചെയ്യുന്നത് കാപട്യമാണ്. ചിത്തശുദ്ധിയില്ലാത്ത എടുക്കുന്ന സന്യാസം ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കില്ല. ചിത്തശുദ്ധി നേടാനുള്ള ഏറ്റവും നല്ല മാർഗം ഫലകാംക്ഷയില്ലാതെ അവനവന്റെ കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ സ്വധർമ്മം അനുഷ്ഠിക്കുക എന്നതാണ്. ചുരുക്കത്തിൽ, കർമ്മത്തിൽ നിന്ന് ഒളിച്ചോടുന്നത് ഒരു പരിഹാരമല്ല, മറിച്ച് കർമ്മത്തെ ശരിയായ മനോഭാവത്തോടെ സമീപിക്കുകയാണ് വേണ്ടത്. ഫലേച്ഛയില്ലാതെയും ഈശ്വരാർപ്പണമായും ചെയ്യുന്ന കർമ്മം ചിത്തശുദ്ധിക്കും അതുവഴി ജ്ഞാനത്തിനും തുടർന്ന് മോക്ഷത്തിനും കാരണമാകുന്നു. ഇതുതന്നെയാണ് കർമ്മയോഗത്തിലെ 4-ാം ശ്ലോകത്തിൻ്റെ പ്രധാന സന്ദേശം. ന കർമ്മണാമനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോസ്നുതേ ന ച സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി.